യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലിലെത്തി. അധികാരം ഏറ്റെടുത്തതിനു ശേഷമുള്ള തന്റെ ആദ്യത്തെ മിഡിൽ ഈസ്റ്റ് സന്ദർശനമാണ് ഇതോടുകൂടി റൂബിയോ ആരംഭിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ കരാറിന്റെ ഒന്നാം ഘട്ടത്തിൽ ഇനിയും അവശേഷിക്കുന്ന 6 ബന്ദികളെ മോചിപ്പിക്കാൻ യു.എസിന്റെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലാണ് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഇസ്രായേൽ സന്ദർശനം നടക്കുന്നത്. അമേരിക്കൻ ഇസ്രായേലി പൗരനുൾപ്പെടെയുള്ള 3 ബന്ദികളുടെ മോചനം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലിൽ എത്തിയത്. ട്രംപിന്റെ അന്ത്യശാസനത്തെ തുടർന്ന് ബന്ദികളെ വിട്ടു നൽകാതിരുന്ന ഹമാസ് നിലപാട് മാറ്റുകയും 3 ബന്ദികളെ വിട്ടയച്ചതിന് പിന്നാലെ ഇസ്രായേലിന്റെ തീരുമാനം എന്തായാലും അതിന് പിന്തുണ യു.എസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ട്രംപ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിലെത്തിയ മാർക്കോ റൂബിയോയുടെ സന്ദർശനം ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു. ഇസ്രായേലിലെ ടെല്ലവീവിലുള്ള ബെൻഗുറിയൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തിയ യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറിയെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദയോൻ സഹാർ സ്വീകരിച്ചു. ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാടും നിലവിലെ വെടിനിർത്തലും ബന്ദികളുടെ മോചനവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സന്ദർശനത്തിൽ ചർച്ചയാകും. ഗാസയെക്കുറിച്ച് റൂബിയോ പറയുന്നത് പ്രകാരമാണ്: ഗാസയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആർക്കും അവിടെ താമസിക്കാൻ സാധിക്കും. ചാരമായ ഗാസ വൃത്തിയാക്കണം. യുദ്ധത്തിന്റെയും തകർന്ന അവശിഷ്ടങ്ങളെല്ലാം ഗാസയിൽ നിന്നും നീക്കം ചെയ്യണം. അതിനുള്ള മാസ്റ്റർ പ്ലാൻ തങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കുന്നു. അതേസമയം ഗാസ മുനമ്പിലേക്ക് മൊബൈൽ ഹോമുകളും ഹെവി മെഷീനറികളും പ്രവേശിക്കുന്നതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇനിയും അനുമതി നൽകിയിട്ടില്ല. അതേസമയം യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. ഗാസ മുനമ്പിലെ പാലസ്തീൻ ജനതയെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റാനും യു.എസ്. ഉടമസ്ഥതയിൽ പുനർവികസനം ചെയ്യാനുമുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിൽ നിന്ന് അറബ് നേതാക്കൾ പിന്മാറുന്ന സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇസ്രായേലിൽ പുരോഗമിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.